നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തലയിൽ തട്ടമിട്ട ശശികല എന്ന് അറിയപ്പെടുന്ന, സ്വന്തം മാനത്തിന് വില പറഞ്ഞ് അധികാരം നേടി അധികാരത്തിന്റെ ശീതള ചായയിൽ പരിലസിക്കുന്ന ഫാത്തിമ താഹിരിയ 2 ദിവസം മുമ്പിട്ട ഒരു പോസ്റ്റ് മുക്കുകയുണ്ടായി. പോസ്റ്റ് മറ്റൊന്നുമായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സെക്സ്വൽ പെർവട്ടറായ, പെണ്ണുപിടിയനായ, കാമഭ്രാന്തനായ, ഞരമ്പനായ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിവാക്കിയ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ട് വളരെ നീളത്തിലുള്ള ക്യാപ്ഷനും കൊടുത്തായിരുന്നു ആ പോസ്റ്റ് വിവാദമായതോടെ ആ പോസ്റ്റ് തട്ടമിട്ട ശശികല അഥവാ ഫാത്തിമ താഹിരിയ മുക്കി ഡിലീറ്റ് ചെയ്തു. വിവാദമായതുകൊണ്ട് മാത്രമാണ് ആ പോസ്റ്റ് മുക്കിയത്. വിവാദമായില്ലായിരുന്നു എങ്കിൽ ഫാത്തിമ താഹിരിയയ്ക്ക് ആ പോസ്റ്റും ആ പോസ്റ്റിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും പ്രിയപ്പെട്ടവനായിരുന്നു, പ്രിയങ്കരനായിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. അത് ആണായാലും പെണ്ണായാലും. അങ്ങനെയുള്ളപ്പോൾ വ്യഭിചരിക്കുക മാത്രമല്ല, പാവപ്പെട്ട നിരപരാധിയായ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി, അവരെ ഗർഭചിത്രത്തിന് വിധേയരാക്കി, അവരെ ഭീഷണിപ്പെടുത്തിയ ഒരു സെക്സ്വൽ പെർവർട്ടറായ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ തട്ടമിട്ട ശശികല എന്ന ഓമന പേരുള്ള ഫാത്തിമ താഹിരിയയ്ക്ക് പ്രിയങ്കരനായി? ചിലരൊക്കെ പറയുകയുണ്ടായി, ഐസ്ക്രീം കേസിൽ റജീനയ്ക്ക് ഗർഭമുണ്ടാക്കി കൊടുത്ത കുഞ്ഞാപ്പയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, തന്റെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു എന്ന് ഫാത്തിമ താഹിരിയ തന്നെ പറയുന്ന PK നവാസിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഫാത്തിമ താഹിരിയയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പ്രിയങ്കരനായി മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ട ഒരു കാര്യമുണ്ട്. വ്യഭിചാരി മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഫാത്തിമ താഹിരിയയ്ക്ക് പ്രിയങ്കരനായത്? എന്തുകൊണ്ടാണ് ഫാത്തിമ താഹിരിയയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രിയപ്പെട്ടവനായത്? ഇതാദ്യമായിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാത്തിമ താഹിരിയയുടെ പ്രിയങ്കരനും പ്രിയപ്പെട്ടവരുമാണെന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ ഫാത്തിമ താഹിരിയ ഇടപെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഓണത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ആ പോസ്റ്റിലും പോയി ആശംസകൾ അറിയിച്ചിരുന്നു ഈ ഫാത്തിമ താഹിരിയ. തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും മാനത്തിന് വില പറഞ്ഞവനാണ് PK നവാസ് എന്ന് പരാതി കൊടുത്തിട്ട് ആ പരാതി പിൻവലിച്ച് കൂടിയ അധികാരങ്ങൾ നേടിയ ഫാത്തിമ താഹിരിയ എങ്ങനെയാണ് ഒരു സ്ത്രീ സംരക്ഷകയാകുന്നത്? ശോഭാ സുരേന്ദ്രനെ റോൾ മോഡലാക്കി നിരവധി സംഘപരിവാർ നേതാക്കന്മാരുടെ പ്രിയങ്കരിയായ ഫാത്തിമ താഹിരിയ പറയേണ്ട ഉത്തരമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രിയങ്കരനായത്, പ്രിയപ്പെട്ടവനായത്? നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരു സെക്സ്വൽ പെർവർട്ടറായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ടാണ് സ്ത്രീയാണെന്ന് അവകാശപ്പെടുന്ന ഫാത്തിമ താഹിരിയ ഒരു വാക്കുകൊണ്ടുപോലും പ്രതികരിക്കാത്തത്, പ്രതിഷേധിക്കാത്തത്? തന്റെയും തന്റെ കൂടെയുള്ള നിരവധി പെൺകുട്ടികളുടെയും അശ്ലീല ചിത്രങ്ങൾ PK നവാസിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞതല്ല, PK നവാസ് തന്നെ പറഞ്ഞു എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പേടിക്കാനുള്ളത് എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ പേടിയിലാണോ ഇന്നുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സെക്സ്വൽ പെർവർട്ടറെ തള്ളിപ്പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വീണ്ടും തന്റെ പ്രിയപ്പെട്ടവരാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഫാത്തിമ താഹിരിയ തെളിയിക്കുന്നത്? ഫാത്തിമ താഹിരിയയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രിയങ്കരനായത് എങ്ങനെയെന്ന് പാണക്കാട്ടിലെ സാഹിബുമാരോ കുഞ്ഞാലിക്കുട്ടിയോ PK നവാസോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല പറയേണ്ടത്. അത് കേരളത്തിലെ പൊതുജനതയോട് പറയേണ്ടത് ഫാത്തിമ താഹിരിയ തന്നെയാണ്. പറയുമെന്ന് വിശ്വസിക്കുന്നു. പലരും ചോദിക്കുന്നു, വ്യഭിചാരം ഇസ്ലാമിൽ നിഷിദ്ധമാക്കിയതാണെങ്കിൽ വ്യഭിചാരിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ലീഗിനും ലീഗ് നേതാക്കൾക്കും ലീഗിന്റെ പ്രവർത്തകർക്കും പ്രിയങ്കരനായി മാറിയതെന്ന്? അതിന്റെ ഉത്തരം ഞാൻ എപ്പോഴും പറയാറുണ്ട്. പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് മുസ്ലിങ്ങളുടെയോ ഇസ്ലാം മതത്തിന്റെയോ പാർട്ടിയല്ല. അത് ഇബിലീസിന്റെ പണിയെടുക്കുന്ന മുനാഫിക്കുകളുടെ കൂടാരമായ ഇന്ത്യൻ യൂണിയൻ മുനാഫിക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് വ്യഭിചാരം ഹലാലാണ്. അവർക്ക് ഇസ്ലാം എന്തൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ, എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം ലീഗുകാർക്കും പാണക്കാട് കുടുംബത്തിനും ഹലാലാണ്. ഇല്ലെങ്കിൽ ഇതിനെതിരെ പാണക്കാട് കുടുംബം പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയി തലച്ചോറ് പണയം വെച്ച് ദുനിയാവും ആഹിറവും പാണക്കാട് കുടുംബവും തേങ്ങാപ്പൂള് പതിച്ച പച്ച കൊടിയും സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർക്ക് ഇനിയെങ്കിലും നേരം വെളുക്കുമെന്ന വിശ്വാസത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇതിന്റെ താഴെ വന്നിനി തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുന്ന സകല മൂരികൾക്കും നല്ല നമസ്കാരവും നേരുന്നു.